ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +2 എക്കണോമിക്സിലെ ദ ഗവൺമെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ദ എക്കണോമി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള രണ്ട് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യണേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റെപ്രസെന്റ് കോമ്പണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ് അല്ലെ. നമ്മളോട് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ കോമ്പണൻസ് എന്ത് ചെയ്യാനാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ കോമ്പണൻസ് എന്നുള്ളത് നമ്മളോട് ഫില്ല് ചെയ്യാനായിട്ടും ചോദിക്കാം. ഓക്കെ, കഴിഞ്ഞൊരു മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതിലെ കുറെ ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്തു, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് തന്നു അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഈ ഓരോ ഡാറ്റാസും എഴുതി കൊടുക്കണം, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ ഗവൺമെന്റ് ബഡ്ജറ്റ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു രണ്ട് രീതിയിലുള്ള ബഡ്ജറ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അതിനു മുമ്പ് എന്താണ് ഈ ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഗവൺമെന്റ് ഓരോ ഫിനാൻഷ്യൽ ഇയറിലും എന്ത് ചെയ്യുന്നു, അവർക്ക് ഉണ്ടാകാൻ പോകുന്ന അല്ലെ, ഗവൺമെന്റ് ഉണ്ടാകാൻ പോകുന്ന ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചേഴ്സും എന്ത് ചെയ്യുന്നു, ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെക്കുന്നു അല്ലെ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നു അല്ലെ. അതാണ് ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അത് എന്തിലേക്കാണ്, ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ബഡ്ജറ്റിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? അലോക്കേഷൻ ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ ഉണ്ട്. ആ ഒരു ക്വസ്റ്റിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ കോമ്പണൻസ് ആണ്. എന്തൊക്കെയാണ് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്? റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും. ആദ്യം തന്നെ നമ്മൾ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും അല്ലെ. അതിനുശേഷമാണ് നമ്മൾ ഓരോന്നിനെയും എന്ത് ചെയ്യണത്, ക്ലാസിഫൈ ചെയ്ത് പോണത്. അപ്പോ അതിലാദ്യം തന്നെ നോക്കുക, റവന്യൂ ബഡ്ജറ്റിനെ നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയിട്ടും റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. റവന്യൂ ബഡ്ജറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റവന്യൂ റെസിപ്റ്റും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതില് റവന്യൂ റെസിപ്റ്റിന് നമ്മൾ ടാക്സ് റവന്യൂ ആയിട്ടും നോൺ ടാക്സ് റവന്യൂ ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് മക്കളെ ഈ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാല്? അതായത് നമ്മുടെ നമ്മൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്ന ടാക്സുകളിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇൻകത്തിന്റെ അല്ലെ, വരുമാനത്തിന്റെ ഒരു പെർസെന്റേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ടാക്സ് റവന്യൂ എന്ന് പറയുക അല്ലെ. നമ്മൾ രണ്ട് രീതിയിലുള്ള ടാക്സുകൾ ചെറിയ ക്ലാസ്സോടെയും പഠിക്കുന്നതാണ്. നമ്മൾ രണ്ട് രീതിയിലുള്ള ടാക്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും അല്ലെ. ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. എന്താണ് ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാല്? നമ്മൾ ഡയറക്ട്ലി അല്ലെ ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മേൽ എന്ത് ചെയ്യുന്നത്, ഇംപ്ലൈ ചെയ്യുന്ന അല്ലെ, ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുക അല്ലെ. അതായത് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ഓരോ ഇൻഡിവിജ്വൽസും പേ ചെയ്യുന്ന ഇൻകം ടാക്സും അതുപോലെ തന്നെ കോർപ്പറേറ്റ്സ്, കമ്പനീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പേ ചെയ്യുന്ന കോർപ്പറേറ്റ് ടാക്സും അല്ലെ. അതാണ് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ GST ഒക്കെ പോലെ തന്നെ നമ്മൾ ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ബില്ലിലും അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ത്, ഇൻക്ലൂഡ് ഓഫ് ഓൾ ടാക്സസ് എന്നുള്ളത് അല്ലെ. ആ സാധനത്തിന്റെ എത്രയാണോ വില അതിൽ തന്നെ അതിന്റെ ടാക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണ്ട, ഡയറക്ട്ലി പോയിട്ട് ആ ഒരു ടാക്സ് പേ ചെയ്യണ്ട. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് റവന്യൂ രണ്ട് രീതിയിലാണ്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇനി നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സുകൾ അല്ലാതെ മറ്റ് സോഴ്സസിൽ നിന്ന് ഗവൺമെന്റിന് കിട്ടുന്ന റവന്യൂ ആണ്. എന്താണ് മക്കൾ ഈ മറ്റ് സോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ? നമ്മള് ഗവൺമെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല സർവീസും നമുക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പ്രതിഫലമായിട്ട് ചിലപ്പോൾ ഗവൺമെന്റ് സർവീസുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഫീസ്, അതുപോലെ തന്നെ ഫൈനുകൾ, പെനാൽറ്റികൾ അല്ലെ. നമ്മളിപ്പോ ട്രാഫിക് റൂൾസ് ഒക്കെ എന്ത് ചെയ്യാണ്, തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് വരുന്ന ഫൈൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഗവൺമെന്റിന്റെ നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിൽ നിന്ന് കിട്ടുന്നത്, അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. നമ്മുടെ ഗവൺമെന്റ് നമ്മൾ ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ +1 പഠിച്ചിട്ടുള്ളതാണ്. എന്താ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെ? അതായത് എന്താ പറയുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പബ്ലിക് അണ്ടർടേക്കിങ്സിന്റെ എന്ത് ചെയ്യും, ആ ഒരു ഷെയർ ഒക്കെ നമ്മൾ ആർക്ക് കൊടുക്കും, പ്രൈവറ്റിന് കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ആളുകൾക്കല്ലേ, അവർക്കൊക്കെ കൊടുക്കുന്നതാണ് എന്ത്, ഈ പറയുന്ന ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഗവൺമെന്റിന് കിട്ടുന്ന റവന്യൂ ആണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി റവന്യൂ എക്സ്പെൻഡിച്ചറിൽ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറും നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറും. എന്താണ് ഈ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ? പേര് കേൾക്കണ പോലെ തന്നെ, അതായത് ഗവൺമെന്റ് എന്തുണ്ട്, ഒരുപാട് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട് അല്ലെ, ഗവൺമെന്റിന് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യണു, ഓൾറെഡി നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ പ്ലാൻ ചെയ്ത് വെക്കണു. എന്ത്, ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം, ഇന്ന് പോളിസീസ് ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഈ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇത്ര കോസ്റ്റ് ചെലവാകും എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് എടുത്തു വെക്കുന്നതാണ് പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഈ നോൺ പ്ലാൻ റവന്യൂ എന്ന് പറയുമ്പോൾ അതിന്റെ പേര് പോലെ തന്നെ എന്താണ്, നമുക്ക് ഒരുപാട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഗവൺമെന്റിന് ഇൻക്വയർ ചെയ്യാറുണ്ട് അല്ലെ, ഗവൺമെന്റിന് ഒരുപാട് എന്താണ് നമ്മൾ വിചാരിക്കാത്ത എക്സ്പെൻസുകൾ, ചെലവുകൾ വരാറുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ചെലവുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ റവന്യൂ ബഡ്ജറ്റിൽ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ സെയിം തന്നെയാണ്, ക്യാപിറ്റൽ റെസീപ്റ്റുകളും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും. ഇതിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ ആണ്. പൊതുവെ നമ്മള് +1 മുതലേ പഠിക്കുന്നത്, അക്കൗണ്ടൻസിയിലൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാവുന്നതാണ്. ഈ പറയുന്ന എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് എപ്പോഴും ബെനിഫിറ്റ് ആവണമെന്നില്ല. പക്ഷെ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഒരു പ്രൊഡക്ടിവിറ്റി തരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് റോഡ്സ്, റെയിൽവേസ്, സീപോർട്സ് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് എന്തുണ്ട്, ഒരുപാട് എക്സ്പെൻഡിച്ചേഴ്സ് പോകുന്നുണ്ട്. എങ്കിൽ തന്നെയും ഈ എക്സ്പെൻഡിച്ചേഴ്സ് എന്താ ചെയ്യണത്, ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ, നമുക്ക് ഗുണമുള്ള കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ ആണ്. ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി സെയിം ഇതിലെ പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ക്യാപിറ്റലും നോൺ പ്ലാൻ ക്യാപിറ്റൽ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് എന്ത് നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇൻഡിവിജ്വലി വേണമെങ്കിൽ ഓരോന്നായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. അങ്ങനെ എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓരോന്നിന്റെയും എക്സാമ്പിൾസും അതുപോലെ തന്നെ ഡെഫിനിഷൻസും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, എന്താണ് പ്രോബ്ലം? If MPC is equal to 0.5, calculate tax multiplier and government expenditure multiplier. നമ്മളോട് എന്താണ് MPC തന്നിട്ടുണ്ട്. എന്താണ് മക്കളെ ഈ MPC? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അല്ലെ, അതായത് നമ്മുടെ നമ്മുടെ ഇൻകത്തില് എത്ര പെർസെന്റേജ് ആണ് നമ്മൾ കൺസംഷന് വേണ്ടി ചെലവാക്കുന്നത് അല്ലെ, അതാണ് MPC അഥവാ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഇൻകം ഇത്ര രൂപയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇത്ര പെർസെന്റേജ് ഞാൻ എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു അല്ലെ, കൺസംഷൻ നടത്തുന്നു. എനിക്ക് ആവശ്യമുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഞാൻ പർച്ചേസ് ചെയ്യുന്നു. അതാണ് MPC അഥവാ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് MPC 0.5 ആണ്. ടാക്സ് മൾട്ടിപ്ലയറും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും കാണാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ മക്കളെ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ പാറ്റേൺ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇനിയുള്ള എക്സാമുകളിൽ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യാം അല്ലെ. തിയറി ക്വസ്റ്റ്യൻസിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന പ്രോബ്ലംസും അതുപോലെ തന്നെ ഡയഗ്രാംസും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ടാക്സ് മൾട്ടിപ്ലയർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയണത് എന്താണ്, 0.5 ആണ് നമ്മുടെ MPC എന്ന് പറയുന്നത്. MPC 0.5 ആണ്. അതുപോലെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടാക്സ് മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് -C ഡിവൈഡഡ് ബൈ 1 - C ആണ്. മക്കളെ ഈ സ്മോൾ ലെറ്റർ C എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് MPC നെയാണ്. വലിയ ലെറ്റർ അതായത് ബിഗ് ലെറ്റർ C ആണെന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ലെറ്റർ C ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, കൺസംഷൻ ആണ്. ഓക്കെ, ഇവിടെ സ്മോൾ ലെറ്റർ C ആണ് പറയുന്നത്. സ്മോൾ ലെറ്റർ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് MPC ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ നോക്കാം. ഫസ്റ്റത്തെ A ക്വസ്റ്റ്യന്റെ ടാക്സ് മൾട്ടിപ്ലയർ കാണാനാണ് നമ്മൾ പോകുന്നത്. ഇക്വേഷൻ എന്താണ്, -C ഡിവൈഡഡ് ബൈ 1 - C. ഇവിടെ നമുക്ക് C എത്രയാ തന്നേക്കുന്നത്, 0.5 ആണ് അല്ലെ. -0.5 ഡിവൈഡഡ് ബൈ 1 - 0.5 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യനില് തന്നിട്ടുള്ളത്. അപ്പൊ നോക്കുക, -0.5 ഡിവൈഡഡ് ബൈ 1 - 0.5 എന്ന് പറയുമ്പോൾ എത്രയാണ്, 0.5 തന്നെയാണ്. അപ്പൊ നമുക്ക് ആൻസർ -1 ആണ് കിട്ടുക.
ഓക്കെ മക്കളെ നമ്മള് ഇത്രയും ചെയ്തിട്ടുള്ളൂ. എന്താ ഇക്വേഷൻ? -c ഡിവൈഡഡ് ബൈ 1 - c എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എടുത്തു അല്ലെ. ടാക്സ് മൾട്ടിപ്ലയർ കാണാനുള്ള -c ഡിവൈഡഡ് ബൈ 1 - c എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തു. ഇതിൽ നമുക്ക് c തന്നേക്കുന്നത് 0.5 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? -0.5 ഡിവൈഡഡ് ബൈ 1 - 0.5 ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് എഴുതി. അതെങ്ങനെയാ എഴുതിയത്? -0.5 ഡിവൈഡഡ് ബൈ 0.5 നമുക്ക് എന്ത് കിട്ടി? -1 ആൻസർ കിട്ടി. ഓക്കെ ഇത്രയേ ഉള്ളൂ എന്ത് കണ്ടുപിടിക്കാൻ? ടാക്സ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനായിട്ട് ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പഠിച്ചു വെക്കുക. പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇക്വേഷൻ ഓർത്ത് വെക്കുക. എന്താണ് ടാക്സ് മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ? -c ഡിവൈഡഡ് ബൈ 1 - c എന്ന് പറയുന്നതാണ് നമ്മുടെ ടാക്സ് മൾട്ടിപ്ലയർ കാണാൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ്. ഓക്കെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ് നമ്മൾ കാണാനായിട്ട് പോണത്. ോട്ടാക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ് കാണാൻ പോണത്. 1 ഡിവൈഡഡ് ബൈ 1 - c. ഇത് നമ്മൾ കുറച്ചുകൂടി ചെയ്ത് പ്രാക്ടീസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കാണാനുള്ള ഇക്വേഷൻ ആണ് 1 ഡിവൈഡഡ് ബൈ 1 - c. ഈ സി എന്ന് പറയുന്ന ഏതാണ്? സ്മോൾ ലെറ്റർ സി ആണ്. അതായത് MPC ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ വരിക? ഇവിടെ MPCയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1 ഡിവൈഡഡ് ബൈ 1 - 0.5 ആണ്. ഓക്കെ അപ്പൊ 1 ഡിവൈഡഡ് ബൈ 0.5 നമുക്ക് എത്ര കിട്ടും? 2 ആയിരിക്കും ആൻസർ കിട്ടും. ഓക്കെ നോക്കുക ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ് 1 ഡിവൈഡഡ് ബൈ 1 - c. c എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ c ആണ്. അതായത് MPC ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പോലെ തന്നെ 1 ഡിവൈഡഡ് ബൈ 1 - 0.5 കൊടുത്തു. പിന്നെ 1 ഡിവൈഡഡ് ബൈ 1ൽ നിന്ന് 0.5 കുറച്ചാൽ എത്രയാണ്? 0.5 തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ അപ്പൊ ഇത്രയും മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ? നമ്മുടെ ടാക്സ് മൾട്ടിപ്ലയറിലും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിലും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുക? ഈ റവന്യൂ റെസിപ്റ്റ് അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും അതിന്റെ കാൽക്കുലേഷൻസും ഇക്വേഷൻസും എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. അതും എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക? നമുക്ക് എക്സാമിന് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അതിൽ തന്നെ ഗവൺമെന്റ് കമ്പോണൻസ്, ബഡ്ജറ്റിന്റെ കമ്പോണൻസും ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ നമ്മൾ ചെയ്ത ടൈപ്പ് ഓഫ് പ്രോബ്ലംസും നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള പ്രൈമറി ഡെഫിസിറ്റിന്റെയും ഫിസിക്കൽ ഡെഫിസിറ്റിന്റെയും പ്രോബ്ലംസും കൂടെ എന്ത് ചെയ്യുക? നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.